അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര, രണ്ടാമത് വരുന്നത് കർണാടക. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് വാദം. പിന്നെ പഞ്ചായത്തിൻ്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു. രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. 1 വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട്. ശരി, തൽക്കാലം ഇപ്പം ചുരുക്കാം, ഇനി ചോദ്യങ്ങളാവാം. അങ്ങനെ CPIയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടില്ലല്ലോ. അത് ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും. ഞാൻ ഇത്രയും വസ്തുതയൊന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ ഇത്രയും വിശദമായ ചർച്ചയും വന്നിട്ടില്ല. ഇത് വിശദീകരിച്ചാൽ സാധാരണഗതിയിൽ ആർക്കും ബോധ്യം വരാതിരിക്കില്ല, എല്ലാവർക്കും ബോധ്യം വരും. പ്രതിപക്ഷ നേതാവിനും മുൻ നേതാവിനും മാത്രമേ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവൂ. സാധാരണ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളാണ് വെള്ളത്തിൻ്റെ കാര്യത്തിലൂടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല ഇന്നത്തെ ജനയുഗം ലേഖനം. അതിലങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കുകൾ ഏതെങ്കിലും തെറ്റാണ് എങ്കിൽ, അതെ, കൃഷിക്ക് വെള്ളം എത്തണം എന്നല്ലേ ആവശ്യം. അതിനുള്ള വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ കണക്കല്ലേ വിശദീകരിച്ച്, ഞാൻ വീണ്ടും വിശദീകരിക്കണം? വേറെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. അങ്ങനൊരു പ്രസ്താവന സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റേതായി കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു ഇന്ന് ജനയുഗത്തിൽ ലേഖനമുണ്ട് വെള്ളത്തെ സംബന്ധിച്ച്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തി, കണക്ക് സഹിതം. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതൊന്നും ലംഘിച്ച് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല, തുടർന്നുള്ള ഇത് പ്രാരംഭാനുമതിയാണ്. ബാക്കിയുള്ള അനുമതികൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നല്ലേ അവരെടുക്കേണ്ടത്. അപ്പോൾ അവസാനം ഇനി വീണ്ടും എക്സൈസ് അനുമതി കൊടുക്കണം. അതാണ് ഈ പ്രാരംഭാനുമതി എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റിലറി പ്രവർത്തിക്കണമെങ്കിൽ വേറെ അനുമതി കൊടുക്കണമല്ലോ. എങ്ങനെയാണ്? എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് അന്തിമ റിപ്പോർട്ട് നൽകിയത് 28/5/2024 എൻ്റെ മുഴുവൻ നാൾവഴി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് 28/5/2024. അത് പിന്നീട് മറ്റേ എക്സൈസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ചു, മുഖ്യമന്ത്രി ക്യാബിനറ്റിലേക്ക് അയച്ചു, ക്യാബിനറ്റ് നോട്ടായിട്ട് വരുന്നുണ്ട്. എല്ലാ സാവകാശവും എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രയാസമില്ല. ഇതിൽ ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഒരാശങ്കയോ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ഈ ക്യാബിനറ്റ് നോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചതുമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് JDS-ന്റെ നേതൃയോഗം ഇവിടെ നടക്കുന്നത്. അത് ഈ
അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് സമൂഹത്തിലുണ്ടല്ലോ. അത് ഞാൻ പറയട്ടെ, അതാ പറഞ്ഞ ഞാൻ പറയട്ടെ. അല്ല, ഒരാളുടെ കഴിഞ്ഞിട്ട് മറുപടി പറയണ്ടേ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അജിതയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്, എനിക്ക് സത്യമായിട്ട് പറയാനുള്ള അവകാശമുണ്ട്. ആയിക്കോട്ടെ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചാൽ മതി. അത് മാനിച്ചാൽ മതി. അതെ, ആ പ്രതിഷേധത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വ്യക്തമാക്കി വിശദമായിട്ട് ആദ്യത്തെ പത്രസമ്മേളനം പാലക്കാട്ടാണ് നടത്തിയത്. ഞാൻ പറഞ്ഞു ഒരു പ്രധാന പത്രം ചെയ്തത് എന്താണെന്നുള്ളത്. അതിനെതിരായ വാർത്ത എത്രയോ ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സംസ്ഥാനത്താകെ കൊടുക്കുന്നു. 1-ാം പേജ് ലീഡാണ്. മന്ത്രി വിശദീകരിച്ചത് പാലക്കാട് ജില്ലയിൽ മാത്രം. ഒരേ പ്രാധാന്യത്തിലാണോ കൊടുക്കുന്നത്? അല്ല, ഒരേ പ്രാധാന്യത്തിലല്ല കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായ പ്രചരണം, അതിന് ഭയങ്കരമായ വിസിബിലിറ്റി കൊടുക്കുക, വിശദീകരിച്ചാൽ മുക്കുക, തമസ്കരിക്കുക. ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇനിയും പറയാം. പിന്നെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ഈ കർണാടകയിലെ മന്ത്രിക്ക് സ്പിരിറ്റ് കമ്പനി ഉള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് MLCക്ക് യൂത്ത് കോൺഗ്രസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ആരെങ്കിലും ആണെങ്കിൽ എത്ര സമാധാനം ഇതിന് പറയേണ്ടി വരും?